സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ 7th വീഡിയോ നമ്മുടെ കോഴ്സിന്റെ കണ്ടിന്യൂഷൻ അല്ല, ബട്ട് നമുക്ക് ഇൻട്രാഡേ രീതിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എൻട്രി സെറ്റപ്പ്. ഓക്കെ, നമ്മുടെ എൻട്രി ക്രൈറ്റീരിയസിൽ ഒന്നും മാറ്റില്ല. നമ്മുടെ ഹൈ ടൈം ഫ്രെയിംസിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു എൻട്രി ഫൈൻഡ് ചെയ്യാന്നുള്ള ആ ഒരു ചെറിയ ഒരു സിംഗിൾ വീഡിയോയിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചിട്ട് സിമ്പിൾ ആക്കി പറയാം. ഓക്കെ, സോ ഈ ഒരു ട്രേഡറിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നിലും കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻട്രാഡേ ഒക്കെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ നമുക്ക് മറ്റു സ്ട്രാറ്റജി പറഞ്ഞാൽ ഡെയിലി, വീക്ക്ലി, മന്തിലൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു രീതിക്കാണ് നമ്മൾ എൻട്രീസും കാര്യം നോക്കുന്നത്. സോ ആ രീതിക്ക് അല്ലാതെ സിംപ്ലി നമുക്ക് ഇൻട്രാഡേ ബേസിൽ എടുക്കാൻ പറ്റുന്ന വല്ല സ്ട്രാറ്റജി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളൊരു ഈ ഒരു സ്ട്രാറ്റജി ജസ്റ്റ് പറഞ്ഞുതരാം. സോ ഈ ഒരു രണ്ട് ക്യാൻഡിൽസ് നമ്മൾ നമ്മുടെ ബേസിക്സ് പറയുന്ന ഒരു വീഡിയോസിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. അത് പ്രൈവറ്റ് വീഡിയോ അല്ല, പബ്ലിക് വീഡിയോ ആണ്. നമ്മുടെ ട്രേഡിങ്ങിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സോ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇതൊരു ബിയറിഷ് ക്യാൻഡിലാണ് ആൻഡ് ദിസ് എ ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഈ ഒരു രണ്ട് ക്യാൻഡിലിന്റെ ഫോർമേഷൻ, അതായത് എവിടെയാണ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത്, എവിടെയാണ് ക്ലോസ് ആവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ രണ്ടിന്റെ ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെ ആയിരിക്കും. സോ ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ആയി ഇത്രയും ഹൈ പുഷ് പോകും ഫസ്റ്റ്. ഓക്കെ, ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് ഇത്രയും ഹൈ പുഷ് പോവും. ദെൻ താഴോട്ട് വന്നിട്ട് ഈ ഒരു ലോ വരെ വന്നിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഈ ഒരു ക്യാൻഡിൽ ഉള്ളത്. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ലോവർ ടൈം ഫ്രെയിമിൽ പോയാൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ. ഇപ്പൊ സപ്പോസ് ഇതൊരു ഡെയിലിയുടെ ക്യാൻഡിൽ ആണെന്ന് വിചാരിച്ചോ, ഒരു സിംഗിൾ ക്യാൻഡിൽ. സോ നമ്മളൊരു 1 അവറില് അല്ലെങ്കിൽ 30 മിനിറ്റില് അങ്ങനെയൊക്കെ സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ ലോ ടൈം ഫ്രെയിമിൽ പോയി നോക്കുമ്പോൾ ഈ ഒരു ഡെയിലിയുടെ സിംഗിൾ ക്യാൻഡിൽ നമുക്ക് 30 മിനിറ്റിൽ അല്ലെങ്കിൽ 1 അവറിലൊക്കെ പോയാൽ ഈ ഒരു രീതിക്കായിരിക്കും കാണാൻ പറ്റുക. സോ അതേപോലെ തന്നെയാണ് ഇത് ഒരു ഡെയിലി ക്യാൻഡിലാണ് കൺസിഡർ ചെയ്തോ. ഓക്കെ, ഒരു ഡെയിലിയുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പൊ ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗും കാര്യമൊക്കെ എവിടെ ആയിരിക്കും? ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് വരിക. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി ഇത്രയും താഴോട്ട് വന്നിട്ട്, ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് വന്നിട്ടുള്ള പോയിന്റ്. സോ ഇത്രയും ലോവസ്റ്റ് പോയിന്റ് വന്നിട്ട് മാർക്കറ്റിന് നല്ല രീതിക്ക് ഒരു റിട്രേസ്മെന്റ് മുകളിലോട്ട് പോകും. ദെൻ താഴെ ഈ ഒരു ലെവലിൽ വന്നിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ. ഓക്കെ, ഇവിടെ ക്ലോസ് ആയി. സോ ഇതായിരിക്കും ഇതിന്റെ ലോ ടൈം ഫ്രെയിമിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു രീതിക്ക് ഇതിപ്പോ ഡെയിലിയുടെ ക്യാൻഡിലാണ്, ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 അവറിൽ അല്ലെങ്കിൽ 30 മിനിറ്റിലൊക്കെ പോയാൽ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ, ഈ ഒരു ക്യാൻഡിലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കണം. സോ ഇതാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാൻഡിൽസ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽസ് നമുക്ക് കുറെ കാണേണ്ടി വരും ഈ ഒരു സ്ട്രാറ്റജിയിൽ. സോ ഈ ഒരു ക്യാൻഡിലിന്റെ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിന്റെ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു രീതിക്കുള്ള സെറ്റപ്സും കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ഇതിൽ ആപ്ലിക്കബിൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൽ അപ്പൊ ഈ ഒരു സ്ട്രക്ചർ, അപ്പൊ ഇത് ഇപ്പൊ ഡെയിലിയുടെ ചാർട്ട് ആണെന്ന് വിചാരിച്ചു. ഡെയിലിയുടെ രണ്ട് ക്യാൻഡിൽസ്. സോ ഇതിന്റെ ലോവർ ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 അവറിലോ 30 മിനിറ്റിലോ പോയാൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചറെ കാണാൻ പറ്റും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സ്വീപ്പ് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ 1 അവറിലോ 30 മിനിറ്റിലോ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം കാര്യമായിരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഈ ഹൈ ആണ്, ഈ ഹൈ ആണ്, ഈ ഹൈ ആൻഡ് ഈ ഒരു ഹൈ, പ്രീവിയസ് ക്യാൻഡലിന്റെ ലോ എടുത്തല്ലോ, പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ എടുത്തല്ലോ. അതേപോലെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ഇതാണ്. ഓക്കെ, പ്രീവിയസ് ഹൈ ഇതെടുത്തു. ഓക്കെ, അത് ഇവിടെ സ്വീപ്പ് ചെയ്തു. സോ നിങ്ങൾ 30 മിനിറ്റിലോ അല്ലെങ്കിൽ 1 അവറിലൊക്കെ പോയി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ ഒരു സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെ ലോ ടൈം ഫ്രെയിമിൽ നടന്നിട്ടുള്ളത്. സോ ഇങ്ങനെ നടക്കുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? താഴോട്ട് ക്ലോസ് ആവണം. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് ആകെ വേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ, നമ്മൾ സെല്ലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ മാർക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ എടുത്തതിന് ശേഷം നമ്മൾ സെല്ലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സെൽ സൈഡിലുള്ള ക്യാൻഡിൽ ഏതാണ്? ബിയറിഷ് ക്യാൻഡിൽ അല്ലേ? സെല്ല് പോകുന്ന സെൽ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബിയറിഷ് ക്യാൻഡിലാണ്. സോ നമ്മൾ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത് ബിയറിഷ് ക്യാൻഡിൽ ആയി തന്നെ ക്ലോസ് ചെയ്യണം. ഈ ഒരു ക്യാൻഡിൽ ഏതാണെന്നുള്ളതിന് ഇവിടെ പ്രസക്തി ഇല്ല. ഓക്കെ, ഇത് ബുള്ളിഷ് ആവാം, ബിയറിഷ് ആവാം. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഈ സ്വീപ്പ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഹൈ ആണ്, നമ്മൾ സെല്ലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോ
സപ്പോസ് പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ആണ് സ്വീപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഹൈ എടുത്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ബിയറിഷ് ആയിട്ട് തന്നെ ക്ലോസ് ആവണം. ഓക്കെ, താഴെ വന്നിട്ട് ക്ലോസ് ആവണം. ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഒരു സിനാരിയോയിലും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ഇവിടെ എടുത്തു. ഇത് ഡെയിലിയുടെ 2 ക്യാൻഡിൽസ് ആണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ എടുത്തു. സോ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടത്തുന്നുണ്ടാവുക. 1 ഹവറിൽ 30 മിനിറ്റിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രീവിയസ് ക്യാൻഡിലിന്റെ അല്ല, പ്രീവിയസ് സ്ട്രക്ചറിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഈ ലോ എടുത്തല്ലോ. ഓക്കെ, ആ സെയിം സെറ്റപ്പ് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പോയാൽ ഇങ്ങനെ 30 മിനിറ്റിലോ 1 ഹവറിലോ പോയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പ്രീവിയസ് ഒരു ലോ എടുത്തിട്ട്, ഓക്കെ, ഈ ഒരു ലോ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ക്യാൻഡിലിന്റെ എക്സ്ട്രീം പോയതാണ്. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഒരു പുഷ് തരും. സോ ഇതിൽ എങ്ങനെ ആയിരിക്കണം? സപ്പോസ് ക്യാൻഡിലിന്റെ ലോ അല്ല എടുത്തത്. സോ ഈ ഒരു കേസിൽ ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എടുത്ത ക്യാൻഡിൽ, ഈ സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വരും? ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ബൈ പോകുന്നല്ലേ. സോ ലോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം ആ ക്യാൻഡിൽ ബുള്ളിഷ് ആയിട്ട് തന്നെ ക്ലോസ് ആവണം. ഓക്കെ, സപ്പോസ് ഹൈ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഹൈ എടുത്തതിന് ശേഷം ബിയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യണം. സോ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, 1 ഹവറിന്റെ ക്യാൻഡിലാണെങ്കിൽ 1 ഹവർ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ വട്ടവർ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടാണോ ക്ലോസ് ചെയ്തതോ ബിയറിഷ് ക്യാൻഡിൽ ആയിട്ടാണോ ക്ലോസ് ചെയ്തത്. സോ അതിന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നെക്സ്റ്റ് വരാനുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇവിടെ 1, 2 മൂന്നാമത് വരാൻ പോകുന്ന ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രീസും കാര്യങ്ങളൊക്കെ മേജർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നതോടുകൂടി മാർക്കറ്റ് ഏകദേശം ഈ ഒരു രീതിക്കായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് ചാർട്ടിൽ കാണിക്കുമ്പോൾ ഒന്നുകൂടി ക്ലാരിഫൈ ആവും. ഇപ്പൊ ഏകദേശം ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടായിരിക്കും മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടാവുക. സോ ഇങ്ങനെ ക്ലോസ് ആയാൽ നമ്മൾ ഇവിടെ ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു 30 മിനിറ്റ്, നമ്മൾ 4 ഹവറിന്റെ ടൈം ഫ്രെയിം ആണ് ഹൈ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കുക. നമുക്ക് ഡെയിലിയുടെ എടുക്കാം. പക്ഷെ ഡെയിലിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര അറിഞ്ഞാൽ മതി. ഡെയിലിയിലാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാം. സോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകേണ്ട ഹൈ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 ഹവർ ആണ്. ഡെയിലിയിൽ യൂസ് ചെയ്യാം. ഡെയിലിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിലായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 ഹവറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ആ ഒരു 1 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ലോ ടൈം ഫ്രെയിം നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സെയിം എൻട്രി ക്രൈറ്റീരിയ 1 ഹവർ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലെ നമ്മുടെ ഷാർപ്പ് ടേണോ യൂസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. 5 മിനിറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, IFEG ബ്രേക്ക് ചെയ്യാം, താഴോട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു രീതിക്കുള്ള ഒരു എൻട്രി കൺഫർമേഷൻ ഇവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് DP ഇതായിരിക്കും. ഓക്കെ, ഈ ഒരു ലോ എടുത്താൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യണം. സോ നിങ്ങൾ എത്രയാണ് നിങ്ങൾ RR എടുക്കുന്നത്? ഞാൻ പേഴ്സണലി പറയുന്നത് 1:2. ഓക്കെ, നല്ല അക്യുറസി ഉണ്ട്. ഓക്കെ, ബാക്ക് ടെസ്റ്റ് അടിച്ചതിന്റെ റിസൾട്ടിലെ ബേസിൽ പറയുകയാണെങ്കിൽ 1:2 എങ്ങനെയാലും പോകും. സോ നിങ്ങളൊരു ഫിക്സ്ഡ് 1:2 എടുക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ മാക്സിമം DP ഇത് വെക്കാൻ നോക്കുക. ഇപ്പൊ സപ്പോസ് 1:2 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം DP, നിങ്ങളിപ്പോ 1:2 പോരാന്നുണ്ടെങ്കിൽ മാക്സിമം DP ഇത് വെക്കാൻ നോക്കുക. ഓക്കെ, സപ്പോസ് ഇതിന്റെ താഴെയാണ് നിങ്ങൾക്ക് 1:2 വരുന്നുണ്ടെങ്കിൽ 1:2 എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതേ ക്രൈറ്റീരിയ തന്നെ ഇവിടെ. ഈ ഒരു സ്വീപ്പ് ഇവിടെ നടന്നു, ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ആകുമ്പോൾ ഏകദേശം മാർക്കറ്റ് ഈ ഒരു ലെവലിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. സോ മൂന്നാമത്തെ ക്യാൻഡിൽ ഓപ്പൺ ആവുമ്പോൾ മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരുമ്പോ, ഓക്കെ, ഇത് ഡെയിലിയുടെ ടൈം ഫ്രെയിം ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഡെയിലി ക്യാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 1 ഹവർ നോക്കുക. 1 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സപ്പോസ് ഇത് 4 ഹവറിന്റെ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ആൻഡ് ഹൈ സ്വീപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നോക്കണം? ഇവിടെ 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പ് ഇൻവാലിഡ് ആണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. അവിടെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്വിംഗ് ലോസും ഹൈസിന്റെ ബേസിലൊന്നും നിങ്ങൾ എൻട്രി നോക്കണ്ട. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എൻട്രീസും വരുള്ളൂ. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡെയിലിയുടെ ടൈം ഫ്രെയിം നോക്കുകയാണ്. ഓക്കെ, സപ്പോസ് ഈ ഒരു ഡെയിലി ക്യാൻഡിൽസിന്റെ ബേസിലാണ് നിങ്ങൾ എൻട്രീസ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പ് ആവുന്നുണ്ടല്ലോ, ഇവിടെ ഒരു 1 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് സപ്പോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഈ ഒരു 1 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യുന്നത് കിൽ സോൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഓക്കെ, സോ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിക്കുള്ള ട്രേഡ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇനി 4 ഹവറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കിൽ സോൺ മാൻഡറ്ററി അല്ല. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈംസ് എല്ലാ ടൈമിലും കിൽ സോൺസ് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ കിൽ സോൺ ടൈം ആയിട്ടുള്ള
നമ്മുടെ 11:30 ലണ്ടൻ കിൽ സോണോ ന്യൂയോർക്ക് കിൽ സോണിലൊക്കെ നിങ്ങൾ ആ ഒരു ടൈമിലുള്ള 4 ഹവറിന്റെ പ്രീവിയസ് ക്യാൻഡിൽ ഹൈസ് ആൻഡ് ലോസ് സ്വീപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിശ്വസിക്കുകയാണ്. ഇത് 4 ഹവറിന്റെയും അതേപോലെ തന്നെ ഡെയിലിയുടെയും കേസിൽ മാത്രമേ ഞാൻ ഇപ്പൊ നിലവിൽ ബാക്ക് ടെസ്റ്റ് അടിച്ചിട്ടുള്ളൂ. സോ മാക്സിമം ഈ ഒരു സെറ്റപ്പ് ഡെയിലിയുടെ ബേസിലും അതേപോലെ തന്നെ 4 ഹവറിന്റെ ബേസിലും ഈ ഒരു 2 ടൈം ഫ്രെയിംസിന്റെ ബേസിൽ മാത്രമായിട്ട് ഇൻഷുറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ നോക്കുക. ഓക്കെ, അതിന്റെ താഴോട്ട് ഒരിക്കലും പോയത് ആക്യുറസി തീരെ കിട്ടൂല. കാരണം നമ്മൾ എൻട്രീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 1 മിനിറ്റിലൊക്കെ ആയിട്ട് എൻട്രീസും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ റിസ്കി എലമെന്റ്സ് ആയിരിക്കും. ഇത് 4 ഹവർ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിന്റെ എഫിജി ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 30 മിനിറ്റിന്റെ എഫിജിയിലോട്ട് മാർക്കറ്റ് വന്നു. ഇവിടെ 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഹവറിലല്ല നോക്കാൻ പോകുന്നത്. 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പിലാണ് മാർക്കറ്റ് വന്ന് ടാപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് ഓക്കെ 1 ഹവർ നല്ല രീതിയിലുള്ള മാനിപ്പുലേഷൻസും കാര്യം തരും. ഓക്കെ, എത്ര കൺഫർമേഷൻ വന്നാലും 1 ഹവറിന്റെ ഫെയർ വാല്യൂ ക്യാപ്ഷനെ ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് മോസ്റ്റ് ഓഫ് ദി ടൈംസ് മാനിപ്പുലേറ്റഡ് ആവും. 30 മിനിറ്റിന്റെ ഈ ഒരു എഫിജിയിൽ മാർക്കറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ കൺഫർമേഷൻ നോക്കും. കൺഫർമേഷൻ നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ഷാർപ്പ് ടേൺ. സോ 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇപ്പൊ മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പായി 3 മിനിറ്റിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് IFEG ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എൻട്രി നോക്കും. ഓക്കെ, ഇവിടെ ഒരു IFEG ബ്രേക്ക് ചെയ്യാം ആൻഡ് ഇവിടെ ഒരു പുതിയൊരു അപ്സൈഡിലോട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം? ഈ ഒരു രീതിക്ക് ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വരണം നിർബന്ധമില്ല. പ്രത്യേകിച്ച് കിൽസോൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുഷ് ചെയ്യാനും നോക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ഒരു എൻട്രി ക്രൈറ്റീരിയയിൽ പറഞ്ഞ പോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മൂന്നാമത്തെ ക്യാൻഡിലും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടിയിട്ടുള്ള മൂന്നാമത്തെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമല്ലോ. സോ അവിടെ തന്നെ നിങ്ങൾ എൻട്രി ഇടാൻ നോക്കുക. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ താഴെ ക്രിയേറ്റ് ചെയ്തിട്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ ഉണ്ടാവും, നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച മൂന്നാമത്തെ ക്യാൻഡിൽ, അത് ക്രിയേറ്റ് ചെയ്താൽ ഇതിന്റെ ലോ SL വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് നിങ്ങൾ 1:2. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് TP എവിടെയാണ് വരേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ. ഓക്കെ, ആ ഒരു 30 മിനിറ്റിന്റെ സ്ട്രക്ചറിന്റെ ഈ ഒരു ഹൈ ആയിരിക്കും. ഈ ഒരു ഹൈ എടുത്താൽ നിങ്ങൾ എന്തായാലും എന്ത് വെക്കണം? ബ്രേക്ക് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ മാക്സിമം ഹൈ TP വരിക. ഇനിയിപ്പോ അത് വളരെ കുറവ് 1:1 ഒക്കെ RR ഒക്കെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം TP എത്രയാണ് വെക്കേണ്ടത്? 1:2. ഓക്കെ, ഇത് എങ്ങനെയായാലും ഈ ഒരു ഹൈ എടുത്താൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യും. ഇനിയിപ്പോ അത് 1:1 ആണെങ്കിൽ പോലും 1:0.5 ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഹൈ എടുത്താൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1:2 സെറ്റ് ചെയ്യാം. ഓക്കെ, സോ 1:2 എടുക്കാൻ നോക്കുക മാക്സിമം. സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി വരുന്നത്. ഇതിന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാർട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സോ നമുക്ക് എൻട്രി എടുക്കുന്നതിന്റെ 2-3 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ഹൈ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? ബിയറിഷ് ക്യാൻഡിൽ ആയിട്ടല്ല ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ, ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിലിൽ നമുക്ക് ഇവിടുന്ന് വല്ല ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണോ റിയാക്ഷൻ പോയിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ക്യാൻഡിലിനെ ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു, ബിയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ബിയറിഷ് ക്യാൻഡിലായിട്ട് ഹൈ എടുത്തിട്ട് ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ബിയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് ക്യാൻഡിൽ സെയിൽസിനുള്ള സെറ്റപ്സ് ആണ് നോക്കുക. സോ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം 4 അവർ. ഓക്കെ, 30 മിനിറ്റിൽ പോയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു മൂന്നാമത് വന്ന ഈ ഒരു ക്യാൻഡിലിൽ എന്താണ് ലോ ടൈം ഫ്രെയിമിൽ സംഭവിച്ചിട്ടുള്ളത്? ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുതൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ മുതലാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് റിയാക്ഷൻ കിട്ടില്ല. നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് റിയാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു ലെഗ് ഇവിടുന്നുള്ള ഈ ഒരു ലാസ്റ്റ് ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുക 30 മിനിറ്റിലെ. ഓക്കെ, ഹൈ വരുന്നത് ഇവിടെ 30 മിനിറ്റിന്റെ ഹൈ വരുന്നത്. ദെൻ നമ്മുടെ ലോ വരുന്നത് എവിടെയാണ്? ഓക്കെ, ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മുടെ 30 മിനിറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ ബേസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഹൈ വരുന്നത് ഇത്. ഓക്കെ, ഈ ഒരു ഹൈ 30 മിനിറ്റിന്റെ ഹൈ, 30 മിനിറ്റിന്റെ ലോ, ഇതിന്റെ ഇടയിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യണം. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രീസ് ഇല്ല. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല ഈ റിയാക്ഷൻ പോയത് 30 മിനിറ്റിന്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇവിടുന്ന് 3 മിനിറ്റിൽ പോയേക്കാം. ഇനി ഇവിടെ എന്താണ് 3 മിനിറ്റിൽ സംഭവിച്ചിട്ടുള്ളത് 3 മിനിറ്റിൽ ജസ്റ്റ് പോയേക്കാം. ഓക്കെ, ഇവിടാണ് നമ്മളൊരു 3 മിനിറ്റിൽ എന്താ ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർപ്പ് ടേൺ എൻട്രി, അതായത് IFEG ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പായി. ദെൻ IFEG ഓക്കെ താഴോട്ട്
ഒരു ഫെയർ വാല്യൂ ആപ്പ് ബ്രേക്ക് ചെയ്തു. മുകളോട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടിയിരുന്ന ആ ഒരു ഫെയർ വാല്യൂ ആപ്പിനെ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തതിന്റെ പുറമെ ഒരു 50 കൺഫർമേഷൻ അപ്പൊ തന്നെ കിട്ടി നമുക്ക്. ഇനി വേണ്ടത് താഴോട്ട് ഒരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്യലാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴോട്ട് ഒരു ഫെയർ വാല്യൂ ആപ്പും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 3 മിനിറ്റിൽ. ഓക്കെ, 3 മിനിറ്റിൽ ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്താൽ ആക്ച്വൽ നമുക്ക് എൻട്രി എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഈ ഒരു 3 മിനിറ്റിലോട്ട് തിരിച്ച് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈ, ഈ ഒരു സ്വിംഗ് ഹൈ നമുക്ക് SL കീപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം TP ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതായിരിക്കും നമ്മുടെ മാക്സിമം TP വരിക. ഓക്കെ, ഇതിപ്പോ 1:2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഓക്കെ, ആ ഒരു 1:2 എടുത്തിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ TP വരുന്നത് ഇതായിരിക്കണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഈ ഒരു പുൾ ബാക്ക് ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിന്റെ ആ ഒരു ഫെയർ വാല്യൂ ആപ്പിലോട്ട് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഇത് എപ്പോഴും വരണം എന്നില്ല മാർക്കറ്റ്. ഓക്കെ, ഇത് ഓൾറെഡി ഇപ്പൊ കിൽ സോൺ ടൈം ആണ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിൽ സോൺ ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു 3 ക്യാൻഡിൽ, ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ആയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയ ഉടനെ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ എൻട്രി ഇടാൻ നോക്കാം മാക്സിമം. ഓക്കെ, ഇത് ഇവിടെ ഇനി വന്നാലും പ്രശ്നമില്ല, വന്നില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, കാരണം ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഇനിയിപ്പോ സപ്പോസ് ഇവിടുന്ന് വന്നാലും പ്രശ്നമില്ല. എന്നിട്ട് അവർ നിങ്ങൾ എന്ത് ചെയ്യാം, 1:2 ടാർഗറ്റ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കുന്നതായിരിക്കും ഇന്നൊരു ബെറ്റർ. ദെൻ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഹൈ എടുത്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലെ ഹൈ എടുത്തിട്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, ബിയറിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യണം എന്താണ്, മൂന്നാമത്തെ ക്യാൻഡിലായിട്ടുള്ള ഇവിടെ നമ്മൾ സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ അവിടെ പോയി നോക്കാം, 30 മിനിറ്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ പോയി നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ക്യാൻഡിൽ മുതലാണ് നമുക്ക് എന്ത് ഈ ഒരു മൂന്നാമത്തെ 4 ഹവറിന്റെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ 30 മിനിറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യാം. 30 മിനിറ്റിന്റെ ഹൈസ് ആൻഡ് ലോസ് നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ട്. സോ ഈ ഒരു ഫെയർ വാല്യൂ ആപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്വിംഗ് ഹൈ വരെ പോയിട്ടില്ലേ. സോ ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഈ ഒരു സ്വിംഗ് ലോ വരെ മാർക്കറ്റ് പോയില്ലേ. സോ ഈ ഒരു ഹൈസ് ആൻഡ് ലോസിന്റെ ഉള്ളിൽ ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ടു സ്വിംഗ് ലോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫെയർ വാല്യൂ ആപ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പിന്നെ മാർക്കറ്റ് ഇനി സപ്പോസ് താഴോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു റീസണേ പാടുള്ളൂ, അതായത് ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ഒരു ഹൈ ഇനിയിപ്പോ ഇവിടുന്ന് ഇതിന്റെ ഇടയിലായിട്ട് പുതിയൊരു ഫെയർ വാല്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ മാർക്കറ്റിന് ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഇപ്പൊ ഇവിടെ മുകളിലായിട്ട് വേറൊരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ആപ്പിൽ തട്ടിയിട്ട് ഇങ്ങനെ പോകും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരേ റീസൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ട്, ഓക്കെ, ഈ ഒരു സ്വിംഗ് നമ്മൾ ഈ ഒരു സ്വിംഗ് ഹൈസ് ആൻഡ് ലോസിന്റെ എടുത്തിട്ടുള്ള എൻട്രീസും രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ എൻട്രി വരില്ല. ഓക്കെ, ഇവിടെ 30 മിനിറ്റിന്റെ ഹൈസ് ആൻഡ് ലോസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫെയർ വാല്യൂ ആപ്പ് ടു സ്വിംഗ് ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞില്ലേ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യരുത്, മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഫെയർ വാല്യൂ ആപ്സിൽ വരുമ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ നോക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻവാലിഡ് സെറ്റപ്സ് ആണ്. ഓക്കെ, സോ ഇനി മൂന്നാമതൊരു എൻട്രിയും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ എടുത്തു, പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ എടുത്തു. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എങ്ങനെയാണ്, ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടല്ലേ. സോ മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ബുള്ളിഷ് സൈഡിലേക്ക് നമുക്ക് വല്ല എൻട്രീസും കാര്യം കിട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ 30 മിനിറ്റിൽ പോയി നോക്കുന്നു, നമുക്ക് അവിടെ എൻട്രീസ് കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ മുതലാണ് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ മുതൽ നമ്മൾ 30 മിനിറ്റിന്റെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യാം. 30 മിനിറ്റിന്റെ ലോ വരുന്നത് ഇവിടെ, 30 മിനിറ്റിന്റെ ലോ ആൻഡ് 30 മിനിറ്റിന്റെ ഹൈ വരുന്നത് ഇവിടെ, ആൻഡ് അതിനിടയിലുള്ള ഒരു ഫെയർ വാല്യൂ ആപ്പ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ആണ് എക്സ്ട്രീം ആയിട്ട് വരുന്നത്. അഗൈൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ആപ്പ്, ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫെയർ വാല്യൂ ആപ്പിനും ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഫെയർ വാല്യൂ ആപ്പും എക്സ്ട്രീം ഫെയർ വാല്യൂ ആപ്പും ആണ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് നല്ല രീതിക്ക് നമുക്ക് റിയാക്ഷൻ തരാൻ സാധ്യതയുള്ളത്. ഇതേപോലെ സെൻട്രൽ വരുന്ന ഫെയർ വാല്യൂ ആപ്സിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, വളരെ റയർ ആയിട്ട് മാത്രമേ ഇതിനകത്ത് റിയാക്ഷൻ പോകാറുള്ളൂ. സോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്
എക്സ്ട്രീം ആയിട്ട് വരുന്ന 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് മാക്സിമം മാർക്ക് ചെയ്തിടാൻ നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് ഇവിടുന്ന് റിയാക്ഷൻ പോയിട്ടുള്ളത്. ഓക്കെ, സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയാണ്. സോ ചെറുതാണെന്ന് വിചാരിച്ച് അത് മാർക്ക് ചെയ്യാതെ വിടരുത്. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, 3 മിനിറ്റിൽ പോയി നോക്കിയിട്ട് നമുക്ക് എൻട്രീസ് നോക്കാം. നമ്മൾ എക്സ്ട്രീം മാക്സിമം TP വരെ എവിടെ ആയിരിക്കും, ഇതുവരെ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. മീൻസ് സപ്പോസ് ഇവിടുന്ന് ഇനി മേലോട്ട് പോയാലും പ്രശ്നമില്ല, പോയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ മാക്സിമം TP ഇതുവരെ വെക്കാൻ നോക്കാം. ഓക്കെ, ദെൻ 3 മിനിറ്റിൽ സ്വിച്ച് ചെയ്ത് നോക്കാം നമുക്ക് എൻട്രീസും കാര്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു IFEG ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, IFEG ബ്രേക്ക് ചെയ്തതിന് പുറമെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ അപ്സൈഡ് പോവാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ഇങ്ങനെ വരാം, ഇങ്ങനെ എടുക്കാം, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് സേഫ് ആയിട്ട് ഈ ഒരു സ്വിംഗ് ലോന്റെ അടിയിൽ വെക്കാം. 1:2 മാക്സിമം TP ഇവിടെ വെക്കാം. 1:2.5 വരും. നമ്മളൊരു റിസ്ക് മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് നല്ല രീതിക്ക് ഒരു റൂൾ ബേസ്ഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1:2 എടുക്കാൻ നോക്കാം മാക്സിമം. പിന്നെ പറയുന്നതാണ് നല്ല രീതിക്ക് ആക്യുറസി കിട്ടുന്നുണ്ട്. ഒരു 1:2 ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ഗ്രീഡ് ഒക്കെ വെച്ചിട്ട് എക്സ്ട്രീം TP വരെ വെക്കാൻ നോക്കാതിരിക്കുക മാക്സിമം. 1:2 നിങ്ങൾ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കാം. ഓക്കെ, സോ അപ്പൊ ഈ ഒരു രീതിക്കാണ് എൻട്രീസും വരുന്നത്. നിങ്ങൾ ഡെയിലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം ഈ ഒരു 4 hour 30 മിനിറ്റിന്റെ ബേസിൽ നോക്കുക. അതേപോലെ കിൽ സോൺ ടൈമിൽ നോക്കിയാൽ അത്രയും ബെറ്റർ. മോസ്റ്റ് ഓഫ് ദി ടൈംസ് കിൽ സോൺ ടൈം തന്നെ കിട്ടണമെന്നില്ല. ഓക്കെ, കിൽ സോൺ ടൈമിൽ നോക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ, മാനിപ്പുലേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി വരുന്നത്. ഇപ്പോൾ ഇനി ഇതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലോ ആയിട്ടോ പേഴ്സണൽ ആയിട്ടോ ഗ്രൂപ്പിലായിട്ടോ ഒക്കെ ചോദിക്കാം. ഓക്കെ,